വിവാഹം കഴിച്ചില്ലെങ്കിൽ ജോലിയിൽ നിന്നും പിരിച്ചുവിടുമെന്ന വിചിത്ര നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഒരു കമ്പനി. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ചൈനയിലെ ഷുണ്ടിയൻ കെമിക്കൽ കമ്പനിയാണ് ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിവാഹം കഴിക്കാത്തവരും വിവാഹമോചിതരുമായ ജീവനക്കാരെ സെപ്റ്റംബർ അവസാനത്തോടെ പിരിച്ചുവിടുമെന്നാണ് കമ്പനിയുടെ മുന്നറിയിപ്പ്. കമ്പനിയിലെ 28-നും 58-നും ഇടയിൽ പ്രായമുള്ള ജീവനക്കാരെ ലക്ഷ്യമിട്ടാണ് ഇങ്ങനെയൊരു നിയമം പുറത്തിറക്കിയത്. മാർച്ച് മാസത്തോടെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്തവർ സ്വയം ജോലി രാജിവെക്കണമെന്നും കൂടുതൽ വൈകിയാൽ ജോലിയിൽ നിന്ന് പുറത്താക്കുമെന്നുമായിരുന്നു കമ്പനിയുടെ നിർദ്ദേശം. സംഭവം സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായതോടെ നിരവധി ആളുകളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പുതിയ നിയമം വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുമെന്ന് മനസ്സിലാക്കിയ കമ്പനി തീരുമാനം പിൻവലിച്ചതായി മാധ്യമങ്ങൾ പിന്നീട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചൈനയിൽ വിവാഹ നിരക്ക് കുറയുന്ന സാഹചര്യത്തിലായിരുന്നു കമ്പനിയുടെ ഈ നിർദ്ദേശം. മുൻ വർഷങ്ങളിൽ നിന്ന് 2023-ൽ വിവാഹങ്ങളുടെ എണ്ണം 6.1 ദശലക്ഷമായി കുറഞ്ഞിരുന്നു. കൂടാതെ ജനന നിരക്കിലും കുറവ് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ 2024-ലെ കണക്കിൽ രാജ്യത്ത് 9.54 ദശലക്ഷം നവജാത ശിശുക്കൾ ജനിച്ചതായി കണ്ടെത്തി. 2017-ന് ശേഷമുള്ള ജനന നിരക്കിലെ ആദ്യത്തെ വർധനവാണിതെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം വിവാഹം കഴിച്ചില്ലെങ്കിൽ ജോലിയിൽ നിന്നും പിരിച്ചുവിടുമെന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും വിവാഹം കഴിക്കുകയെന്ന ഒരാളുടെ വ്യക്തിപരമായ അവകാശത്തിനോടുള്ള ലംഘനമാണ് ഈ നിയമമെന്നും നിയമവിദഗ്ധർ വ്യക്തമാക്കുന്നുണ്ട്. ചൈനയിലെ തൊഴിൽ നിയമങ്ങൾ പ്രകാരം തൊഴിലാളികളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ ഒരു കമ്പനിക്കും അർഹതയില്ലെന്നും അവർ പറയുന്നുണ്ട്. വിവാഹ നിരക്ക് കൂട്ടാനായുള്ള സർക്കാരിന്റെ തീരുമാനം നടപ്പിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള നിയമങ്ങൾ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിച്ചിട്ടല്ലെന്നും മറ്റുള്ളവർക്ക് വേണ്ടിയല്ല വിവാഹം പോലെയുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതെന്നും സമൂഹ മാധ്യമങ്ങളിൽ ആളുകൾ പ്രതികരിക്കുന്നുണ്ട്. അതേസമയം ചൈനയിലെ വിവാഹ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി പല പ്രദേശങ്ങളിലും സർക്കാർ ജനങ്ങൾക്ക് പണം നൽകുന്നതായും റിപ്പോർട്ടുകളുണ്ട്.